എന്റെ മത്തൻ ചപ്പ് തോരൻ കണ്ടോ? ഭയങ്കര ടേസ്റ്റാ. ഇതുണ്ടെങ്കിൽ നമ്മളൊരു കലം ചോറുണ്ടു, വേറെ ഒരു കറിയും വേണ്ട. ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നമ്മൾ ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കി. മത്തൻ ചപ്പ് കുറച്ച് പറിക്കട്ടെ. എന്തായാലും ഇത് മൂത്തുപോയാൽ പിന്നെ നമുക്ക് ഒന്നിനും പറ്റൂല. പിന്നെ ഇതാ മത്തൻ ചപ്പ് വിളവെടുത്തത്. ഇനി ഞാനിത് കഴുകി വൃത്തിയാക്കി കഴുകി അരിഞ്ഞിടട്ടെ. ഇതാ അരിഞ്ഞെടുത്ത് ഞാനെല്ലാം മൺചട്ടിയിലാണ് വേവിക്കുക. മൺചട്ടിയിലാക്കി കാന്താരി മുളകിട്ട് ആവശ്യത്തിന് ഉപ്പ്, വേവാൻ വേണ്ടി കുറച്ച് വെള്ളം. ഇതാ അടുപ്പത്ത് വെച്ചു. ഇനി മൂടി വെക്കട്ടെ. ഇപ്പൊ കാണുമ്പോ ഈ ചട്ടി നിറയല്ലേ, എന്നാ വെന്ത് കഴിഞ്ഞാൽ കാണാം. കുറച്ചുണ്ടോ ചട്ടിന്റെ അടിഭാഗം കുറച്ച്. എന്തായി നോക്കട്ടെ വെന്തോന്നുള്ളത്. ഓ ഇതാ വെന്തു. കണ്ടില്ലേ, അമർന്നു പോയത് ഇത്രേ ഉള്ളൂ. അടുപ്പത്തുനിന്ന് മാറ്റി ഒരു പരന്ന പാത്രത്തിൽ കൊഴിച്ചു വെച്ചതാ. ഇനി ഒന്ന് തണുക്കട്ടെ. തണുത്തു. ഇനിയൊന്ന് മിക്സിയിലിട്ട് കറക്കട്ടെ. ഇതാ മിക്സിയിൽ കറക്കിയെടുത്ത് ഇനി വെളുത്തുള്ളിയിൽ വറവിടട്ടെ. വറവിടാൻ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കട്ടെ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളുത്തുള്ളിയിലാണ് വറവിടുന്നത്. എണ്ണ ചൂടായി. ഇനി വെളുത്തുള്ളി ചതച്ചിടുന്നുണ്ട്. ഒരു ഗോൾഡൻ കളർ വരണം, അതുവരെ ഇട്ടട്ടെ. അങ്ങനെ വെളുത്തുള്ളി നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ വന്നു. ഇനി നമുക്കിതിൽ അരച്ച മത്തൻ ചപ്പിടാം. ഈ ഒരു കറി ഉണ്ടെങ്കിലല്ലേ. അപ്പൊ എന്റെ മത്തൻ ചപ്പ് തോരൻ കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അത്രക്കും ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് ഇത്. ഇപ്പൊ മത്തൻ ചപ്പൊക്കെ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ടൈമാണല്ലോ.